ഓക്കെ, നമുക്കിനി നോക്കേണ്ട കാര്യമാണ് വാല്യുവേഷൻ ഓഫ് പെർക്യൂസൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ നേരത്തെയുള്ള വീഡിയോ പറഞ്ഞായിരുന്നു എന്താണ് പെർക്യൂസൈറ്റ് എന്നുള്ള. ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ആ പറഞ്ഞ മുഴുവൻ കഥ ഒന്ന് പറയുകയാണ്. സാലറി എന്ന് പറയുന്നതിനെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്ത് പലതായി ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് ബേസിക് സാലറി. അതായത് മറ്റ് എന്ത് സിറ്റുവേഷൻ ഉണ്ടായിരുന്നാലും ഒരു എംപ്ലോയിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളതിനാണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. ബേസിക് സാലറിക്ക് പുറമെ പ്രത്യേക കാര്യങ്ങളിൽ വേണ്ടി, പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന പണത്തിനെയാണ് അലവൻസുകൾ നമ്മൾ വിളിച്ച്. അലവൻസിൻ്റെ ടൈപ്പുകൾ പറഞ്ഞു, ഏതൊക്കെ ടാക്സ് കൊടുക്കണ്ട, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പറഞ്ഞ കാര്യമാണ് പെർക്യൂസൈറ്റ്സ്. അലവൻസ് എന്തായിട്ടാണ്? ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പെർക്യൂസൈറ്റ്സ് കൊടുക്കുന്നത് എന്തായിട്ടാണ്? ചില പദവിക്ക് ചേർന്നിട്ടുള്ള ആനുകൂല്യങ്ങളായിട്ടാണ്. പണമായിട്ടല്ല കിട്ടുന്നത്, സൗകര്യങ്ങളായിട്ടാണ്. കാറ് കൊടുക്കുന്നു എംപ്ലോയിക്ക്, അല്ലെങ്കിൽ താമസിക്കാൻ വീടെടുത്ത് കൊടുക്കുന്നു. വീട് എടുക്കാൻ പൈസ കൊടുക്കുന്നു എന്നല്ല, താമസിക്കാൻ വീടെടുത്ത് കൊടുക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൻ്റെ അകത്ത് വരുന്നത്? പെർക്യൂസൈറ്റ്സിനകത്ത് വരുന്നത്. ഇപ്പോൾ പെർക്യൂസൈറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മളൊരു പ്രശ്നം അവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ, അലവൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു എമൗണ്ട് എല്ലാ മാസവും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുന്നു, അതിന് ഇത്രയും ടാക്സ് കൊടുത്താൽ മതി, ഇത്രയും ടാക്സ് കൊടുക്കണ്ട എന്നൊക്കെ പറയാം. പക്ഷേ പെർക്യൂസൈറ്റ്സ് അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഒരു വീട് വാടക കൊടുക്കുന്നു മീൻസ് അവർക്ക് പൈസയല്ല കിട്ടുന്നത്, അവർക്ക് കിട്ടുന്നത് ഒരു സൗകര്യമാണ്. ആ സൗകര്യത്തിന്, ആ ഒരു ബെനിഫിറ്റിനെ എങ്ങനെ നമ്മൾ പണത്തിലേക്ക് കൺവേർട്ട് ചെയ്യും, ഇൻ ദ ടേംസ് ഓഫ് മണിയിൽ എങ്ങനെ അതിനെ പറയും, അതിനെങ്ങനെ നമ്മുടെ സാലറിയുടെ ഭാഗമായിട്ട് കൺവേർട്ട് ചെയ്യും, അതിനെങ്ങനെ ഇൻകം ടാക്സിൻ്റെ കാഴ്ചപ്പാടിൽ ടാക്സബിൾ ആണോ അല്ലേ എന്ന് നോക്കും തുടങ്ങിയുള്ള കാര്യങ്ങൾ സംശയം വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യുവേഷൻ എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് നമുക്ക് പണമല്ലാതെ കിട്ടിയ സൗകര്യം ഉണ്ടല്ലോ, ഈ സൗകര്യത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് മൂല്യം കൊടുക്കാം, എന്ത് മൂല്യം അതിന് കൽപ്പിക്കാം എന്നുള്ളത് ഇൻകം ടാക്സ് ഒരു പ്രോപ്പർ രീതി പറയുന്നുണ്ട്. ആ രീതിക്ക് നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് കിട്ടിയ സൗകര്യത്തിൻ്റെ മൂല്യത്തിന് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ സാലറിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കേണ്ടി വരും. ഓർമ്മിക്കേണ്ട കാര്യം, നമ്മളെ കയ്യിൽ പൈസയായിട്ട് കിട്ടിയ സാലറി അത്രയും കാണത്തില്ല. ബട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ കിട്ടിയ സൗകര്യത്തിന് നമുക്കിപ്പോൾ പോകാൻ കാറ് തന്നു എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് കയ്യിൽ ഒരുപാട് രൂപ ലാഭിക്കാൻ പറ്റുന്നില്ല. അവർ കമ്പനി കാറ് തരുമ്പോൾ ആ ലാഭിച്ചതിനെയും കൂടെ നമ്മൾ എന്തിനേക്ക് കൊണ്ടുവരികയാണ്? നമ്മുടെ സാലറിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണ്. അതും കൂടെ നോക്കിയിട്ടാണ് ഫൈനൽ സാലറി എത്രയെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞത്, ഈ വാല്യുവേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നത്. പൈസയായിട്ടല്ലാതെ കിട്ടിയ ബെനിഫിറ്റുകളെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്, എത്ര രൂപയാണ് അതിൻ്റെ വാല്യൂ എന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ നമുക്ക് ഒരുപാട് പെർക്യൂസൈറ്റ്സുകളുണ്ട്. അതിൽ എല്ലാം വലിയ കോംപ്ലിക്കേഷൻ ഉള്ളതല്ല. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആയിരിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്താവാം? എംപ്ലോയറിന് എത്ര രൂപയാണോ ചിലവായിട്ടുള്ള എംപ്ലോയർ ബോണ്ട് എക്സ്പെൻസ് എന്ന് പറയും. എംപ്ലോയർ ബോണ്ട് എക്സ്പെൻസ് എത്രയാണ്? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, ആ പെർക്യൂസൈറ്റിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ എംപ്ലോയീസിനും ഫ്രീ ആയിട്ട് വരാനൊരു ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ്. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി തന്നതിന് എംപ്ലോയർ ഓരോ മാസവും 1 ലക്ഷം രൂപ ചിലവാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഉദാഹരണം പറയുന്നതാണ്, പ്രോപ്പർ രീതിയല്ല, ജസ്റ്റ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോൾ എംപ്ലോയറിൻ്റെ കയ്യിലുണ്ടായ ചിലവ് എത്രയാണ്? 1 ലക്ഷം രൂപ. 10 എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ബസ് വിടുന്നത്. അപ്പോൾ ഒരാൾക്ക് 10,000 ഒരു മാസം ചിലവാകുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടി? വാല്യൂ കിട്ടി. 1 ലക്ഷം രൂപ ഡിവൈഡ് ബൈ 10, 10,000 രൂപ ഒരാളുടെ സാലറി. അയാളുടെ സാലറിൻ്റെ കൂടെ എന്തായിട്ട് ആഡ് ചെയ്യണം? ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്ന പെർക്യൂസൈറ്റിൻ്റെ വാല്യൂ ആയിട്ട്, ആ ബസ് വിട്ടു കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആ സൗകര്യത്തിൻ്റെ വാല്യൂ ആയിട്ട് ഈ 10,000 കൂടെ അയാളുടെ സാലറിയിലേക്ക് ആഡ് ചെയ്യണം. എംപ്ലോയിക്ക് 10,000 രൂപ പൈസ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. പകരം എന്താ കിട്ടുന്നത്? ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു സൗകര്യം കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എത്രയാണോ എംപ്ലോയർ ചിലവാക്കിയത് അതിനെന്തായിട്ട് എടുക്കാം? ഈ പറഞ്ഞ പോലെ വാല്യൂ ആയിട്ട് കണക്കാക്കാം. ആ തന്ന സൗകര്യത്തിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കാം. ഇനി ചില സിറ്റുവേഷനിൽ ലോ പറയുന്നുണ്ട് മാർക്കറ്റ് വാല്യൂ എടുക്കണം. ഒരു ഉദാഹരണം, ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്വെറ്റ് ഇക്വിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? സ്വെറ്റ് ഇക്വിറ്റി മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിയർപ്പ് ഓഹരി എന്നൊക്കെ പറയും. അതായത് തൊഴിലാളികൾക്ക്, നമ്മുടെ പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിലെ തൊഴിലാളികൾക്ക് അവരുടെ കമ്പനിയുടെ ഉടമസ്ഥാവകാശം, അതായത് ഇക്വിറ്റി ഷെയർസ് വാങ്ങാനുള്ള ഒരു സൗകര്യം ചില കമ്പനികൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഷെയർസിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അവർ ജോലി ചെയ്തതിനെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന എന്താണ്?
ഉടമസ്ഥാവകാശത്തിൻ്റെ മേലുള്ള ഒരു പങ്ക്, അതിനാണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ എന്ന് പറയുന്ന കമ്പനി, ടാറ്റ സ്റ്റീൽസ് എടുക്കുകയാണ്. ടാറ്റ സ്റ്റീൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ വാല്യൂ 100 രൂപ പെർ ഷെയർ ആണെന്ന് വിചാരിക്കുക. ഇവരെന്ത് ചെയ്യാണ്, ഇതേപോലെ എല്ലാ എംപ്ലോയീസിനും 5 ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? സ്വെറ്റ് ഇക്വിറ്റി എന്ന പേരിൽ ഫ്രീ ആയിട്ട് ടാറ്റ കൊടുക്കുകയാണ്. ഓക്കെ, അതായത് എല്ലാ എംപ്ലോയീസിനും എന്ത് കിട്ടും? 5 ഷെയർസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് ഇപ്പോൾ പൈസ അല്ല കൊടുത്തത് ഇൻ കൈൻഡാണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു മൂല്യമുള്ളൊരു സാധനമാണ് കൊടുത്തേക്കുന്നത്, ഒരു ബെനിഫിറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻകം ടാക്സിൻ്റെ കാഴ്ചപ്പാടിൽ പറയുമ്പോൾ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് സാലറിയുടെ ഭാഗമായിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്ങനെ കൺവേർട്ട് ചെയ്യും? 5 എണ്ണം ഒരെണ്ണത്തിന് 100 രൂപ, അന്നത്തെ മാർക്കറ്റ് വാല്യൂ, അതായത് ഈ ഒരു കൊടുക്കുമ്പോൾ ഉള്ള മാർക്കറ്റ് വാല്യൂ 100 രൂപയാണ്, ഈക്വൽ ടു 500 രൂപ. അപ്പോൾ ഈ 500 രൂപയ്ക്ക് ആര് ടാക്സ് കൊടുക്കണം? നമ്മുടെ എംപ്ലോയി. ഓക്കെ, അവരുടെ സാലറിയുടെ പാർട്ടായിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഇങ്ങനെയല്ല പ്രോപ്പർ, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാൻ വേണ്ടി മാത്രമേ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ നോക്കണം ഇതിൻ്റെ അകത്തൊക്കെ. 100 രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ കൊടുത്ത ഡേറ്റ് ആണോ പ്രീവിയസ് ഇയർ ആണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കും. അതൊക്കെ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്, ബേസിക് മാത്രം മനസ്സിലാവാൻ വേണ്ടി പറയണം. അപ്പോൾ 2 വഴികൾ, ഏറ്റവും എളുപ്പമുള്ള 2 വഴികൾ ഇതാണ്. ഒന്നുകിൽ ലോ പറഞ്ഞിട്ടുണ്ടാവും, എന്താണ്? മാർക്കറ്റ് വാല്യൂ നോക്കുക. നമ്മളെ എംപ്ലോയർ, അതായത് നമ്മുടെ തൊഴിൽദാതാവ് തൊഴിലാളിക്ക് കൊടുത്ത സാധനത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ കൊടുത്ത സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ എന്തായിട്ട് കണക്കാക്കുക, ആ കൊടുത്ത പെർക്വിസൈറ്റിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുക. ഇല്ലെങ്കിൽ ആ മേൽപ്പറഞ്ഞ പെർക്വിസൈറ്റ് കൊടുക്കാൻ എംപ്ലോയർ എന്തുമാത്രം എക്സ്പെൻസ് വഹിച്ചിട്ടുണ്ട്, എന്തുമാത്രം ചിലവ് വഹിച്ചിട്ടുണ്ട്, അതിനെന്തായിട്ട് കണക്കാക്കുക? അതിൻ്റെ വാല്യൂ ആയിട്ട്, കൊടുത്ത സാധനത്തിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുക. ഇത് സിമ്പിളാണ്. അതായത് ഞാൻ ഇനി സ്പെസിഫിക് ആയിട്ട് പറയാൻ പോകുന്നത് ഒഴിച്ച് എല്ലായിടത്തും ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലോ പറഞ്ഞു പോകുന്നത്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതെന്താണ്? സിമ്പിൾ സാധനമാണിത്, നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. ബട്ട് 4 പെർക്വിസൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, 4 പെർക്വിസൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോ വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം നമുക്ക് ടെക്സ്റ്റൊക്കെ വായിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും. മുമ്പ് ഒരുപാട് ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ 4 സാധനങ്ങളുടെ വാല്യുവേഷൻ എങ്ങനെയാണ് പറയുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് റെസിഡൻസ് ആണ്. ഓർക്കുക, എന്തല്ല, ഹൗസ് റെൻ്റ് അലവൻസ് അല്ല, താമസിക്കാനുള്ള വീട് ആര് സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്? തൊഴിൽദാതാവ് തന്നെ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്. ആ സിറ്റുവേഷനിൽ അവർ കൊടുത്ത വീടിൻ്റെ വില എങ്ങനെ നിശ്ചയിക്കും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, നമ്മുടെ തൊഴിലാളിക്ക് തൊഴിൽദാതാവ് എന്ത് കൊടുക്കുകയാണ്? കാറ് കൊടുക്കുകയാണ്. അവർക്ക് എന്തിനാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. കാറ് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരുപാട് താഴേക്ക് പോകണം. കാറ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത കാറിൻ്റെ മൂല്യം എങ്ങനെ ഇയാളുടെ സാലറിയുടെ പാർട്ടായിട്ട് കാണിക്കും? അത് രണ്ടാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തത് കുറച്ചും കൂടി എളുപ്പമാണ്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നു. എഡ്യൂക്കേഷൻ അലവൻസ് അല്ല, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, അവരുടെ മക്കൾക്ക് ഇവരുടെ സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു എങ്കിൽ അതിൻ്റെ മൂല്യം എങ്ങനെ കണക്കാക്കും? മുകളിൽ പറഞ്ഞ രണ്ടെണ്ണത്തിനേക്കാൾ സിമ്പിളാണ്, എന്നാൽ അതിനൊരു വാല്യുവേഷൻ സിസ്റ്റം ഉണ്ട്. നാലാമതായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. നമ്മുടെ അറിയാമല്ലോ, പല സിറ്റുവേഷനിലും എംപ്ലോയർ എന്ത് ചെയ്യും? എംപ്ലോയിക്ക്, തൊഴിൽദാതാവ് തൊഴിലാളിക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അതിനെ നമ്മളെങ്ങനെ മൂല്യം കണക്കാക്കുമെന്നുള്ളതാണ്. ഈ പറഞ്ഞ ഓരോന്നിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ഏറ്റവും ആദ്യം എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? റെസിഡൻസ്. എങ്ങനെയാണ് റെസിഡൻസിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്? അതായത് തൊഴിലാളിക്ക് ഒരു സ്ഥലത്ത് ജോലി കിട്ടി, അത് അയാളുടെ സ്ഥലമല്ല. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് എവിടെ ജോലി കിട്ടുകയാണ്? തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ജോലി കിട്ടുകയാണ്. അപ്പം തൊഴിലാളിക്ക് താമസിച്ചാലേ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ തൊഴിൽദാതാവ് പറയുകയാണ്, എന്നാൽ പേടിക്കണ്ട, നിങ്ങൾക്ക് താമസിക്കാനുള്ളൊരു ക്വാർട്ടേഴ്സ് നമ്മൾ തരാം, ഇല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം സംഘടിപ്പിച്ച് തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സംഘടിപ്പിച്ച് കൊടുത്ത താമസ സൗകര്യത്തിനെ എങ്ങനെ നമ്മൾ ഇതിൽ കണക്കാക്കും? ശ്രദ്ധിക്കുക, ഇതിലൊരു എക്സെപ്ഷൻ പറയുന്നുണ്ട്, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ ഫാക്ടറിയിലൊക്കെ താമസിക്കാൻ വേണ്ടി ഫാക്ടറിക്ക് അകത്ത് തന്നെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, അങ്ങനെയുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ മൂല്യമൊന്നും ചെയ്യത്തില്ല. അല്ലാതെ വെളിയിൽ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് കൊടുക്കുമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കാറുള്ളൂ. അപ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. ആദ്യത്തെ കാര്യം, റെസിഡൻസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം
നിങ്ങൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണോ അതോ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതൊരു ഗവൺമെൻറ് എംപ്ലോയിക്കാണ് ഈ പറഞ്ഞ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതെങ്കിൽ, ശ്രദ്ധിക്കുക, ഗവൺമെൻറ് എംപ്ലോയിക്കാണ് ഈ പറഞ്ഞ റെസിഡൻസ് ഒരുക്കി കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും വാല്യൂ ഓഫ് ദാറ്റ് റെസിഡൻസ് എന്ന് പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ നിയമമുണ്ട്. ഓക്കെ, ഓരോ സ്ഥലത്തും എത്ര രൂപയാണ് അവർക്ക് മിനിമം വാടക, സ്റ്റാൻഡേർഡ് റെൻ്റ് എന്നൊക്കെ പറയും, വാങ്ങുക എന്നുള്ള റൂളുണ്ട്. ആ റൂളിനെ ലൈസൻസ് എമൗണ്ട് എന്നങ്ങനെ എന്തോ പറയും. ലൈസൻസ് എമൗണ്ട് അല്ല, ലൈസൻസ് ഫീ എന്ന് പറയും. ലൈസൻസ് ഫീ എന്ന് പറയാം, ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെൻ്റ് എന്നോ, ഇല്ലെങ്കിൽ റെൻ്റ് ആസ് പെർ ഗവൺമെൻറ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതായത് നിയമപ്രകാരം വാങ്ങാൻ പറ്റുന്ന വാടക, എത്ര രൂപ വാടക നിങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ടെന്നല്ല. ഇപ്പോൾ അത് ഗവൺമെൻറ്റാണ് നിങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കി തരുന്നതെങ്കിൽ, നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ പറഞ്ഞ സംഭവം എന്താണ് നിങ്ങൾ നോക്കേണ്ടത്? അവിടെ എത്രയാണ് നിയമപ്രകാരം കൊടുക്കേണ്ട വാടക, പ്ലസ് ഇപ്പോൾ നമ്മൾ താമസിക്കാൻ വരുമ്പോൾ ചിലർ എന്ത് ചെയ്യും, ഫർണിഷ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് തരുന്നത്, വേണ്ട സാധനങ്ങളൊക്കെ കാണുമായിരിക്കില്ലേ, ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ വിലയുടെ 10% ഡിപ്രിസിയേഷൻ എന്ന രീതിയിൽ, ഓക്കെ, ഒരു വർഷത്തേക്കാണ്, ആനുവലാണ് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ എത്ര രൂപ വാടക ഗവൺമെൻറ് പ്രകാരം കൊടുക്കണം? അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറിൻ്റെ 10% മൈനസ്, ഈ മൈനസ് നിങ്ങൾ ഓർക്കേണ്ടത് എല്ലായിടത്തും ഈ മൈനസ് കൊണ്ടിട്ട് എന്നെ പറയാൻ വിട്ടുപോയാലും ശ്രദ്ധിക്കുക, ഈ മൈനസ് എല്ലായിടത്തും ഉണ്ട്. എന്താണ്? എന്തെങ്കിലും തുക ഈ എംപ്ലോയി അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? പെയ്ഡ് ബൈ എംപ്ലോയി. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ചെന്നൈയിലൊരു ജോലി കിട്ടി, സർക്കാർ ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ എനിക്ക് താമസിക്കാൻ കിട്ടിയ സ്ഥലത്തിന് ഗവൺമെൻറ് നിയമപ്രകാരം എത്ര രൂപ വാടക വാങ്ങാവൂ? ഒരു വർഷം 10,000 രൂപയെ വാടക വാങ്ങാവൂ. ഓക്കെ, പ്ലസ് എനിക്ക് തന്നിടത്ത് 1,00,000 രൂപയുടെ സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ 10% വീണ്ടും ഒരു 10,000 രൂപയായി. ഓക്കെ, ഇനി ഈ സ്ഥലത്ത് താമസിക്കുന്നതിന് എല്ലാ വർഷവും എൻ്റെ കയ്യിൽ നിന്നൊരു 5,000 രൂപ സർക്കാർ പിടിക്കുന്നുണ്ട്, എൻ്റെ സാലറിയിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അതാണ് ഞാൻ എനിക്ക് ഈ സൗകര്യം തന്നതിൻ്റെ പേരിൽ അങ്ങോട്ട് കൊടുക്കുന്ന തുക. അപ്പോൾ നോക്കിയടാ, വാല്യുവേഷൻ എങ്ങനെയാണ്? 10,000 പ്ലസ് 10,000 20,000, 20,000 നിന്ന് 5,000 പോയാൽ 15,000 രൂപ എല്ലാ വർഷവും എൻ്റെ സാലറീൻ്റെ കൂടെ എന്തായിട്ട് ആഡ് ചെയ്യും? എനിക്ക് ഗവൺമെൻറ് തൊഴിലാളി എന്ന നിലയ്ക്ക് സർക്കാർ താമസിക്കാൻ തന്ന റെസിഡൻസ് എന്ന് പറയുന്ന പെർക്വിസൈറ്റിൻ്റെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യപ്പെടും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ഗവൺമെൻറ് തൊഴിലാളികൾക്കുള്ള റെസിഡൻസിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ലൈസൻസ് ഫീ അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള വാർഷിക വാടക. ഇനി വരുന്ന സ്ഥലത്തിന് ഫർണിച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10%, തന്നിരിക്കുന്ന ഫർണിച്ചറുകളുടെ മൂല്യത്തിൻ്റെ 10% മൈനസ് ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, സർക്കാർ അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയർ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തുക ഈ സൗകര്യം തന്നതിൻ്റെ പേരിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന തുക എല്ലാ വർഷവും എന്തായിട്ട് ആഡ് ആവും? എൻ്റെ സാലറീൻ്റെ കൂടെ പെർക്വിസൈറ്റായിട്ട് ആഡ് ആവും. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത് ആരെ കേസിലാണ്? ഗവൺമെൻറ് തൊഴിലാളികളുടെ കേസിലാണ്. ഇനി നമ്മൾ ചിന്തിക്കുക, ഗവൺമെൻറ് തൊഴിലാളി അല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ? അവിടെ നമ്മൾ പിന്നെയും 2 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? അപ്പോൾ നമ്മൾ മനസ്സിലായി, നമ്മൾ അസസ് ചെയ്യാൻ പോകുന്ന ആൾ, നമ്മുടെ കഥയിൽ അസസ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തല്ല? ഗവൺമെൻറ് തൊഴിലാളി അല്ല, ഒരു നോൺ ഗവൺമെൻറ് തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അവിടെ നമ്മൾ 2 കാര്യങ്ങൾ നോക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ടാറ്റ എന്ന് പറയുന്ന കമ്പനി, TCS എന്ന് പറയുന്ന കമ്പനിയിൽ എന്ത് കിട്ടി? ഒരു ജോലി കിട്ടി. അതങ്ങ് പൂനെയിലാണ്, ഞാനങ്ങ് പൂനെയിൽ പോവുകയാണ്. അപ്പം ടാറ്റ എന്ന് പറയുന്നത് അറിയാമല്ലോ, എന്തായാലും സർക്കാർ കമ്പനിയല്ല. അപ്പോൾ ടാറ്റ എനിക്ക് എന്ത് തന്നു? ഒരു താമസിക്കാൻ സ്ഥലം തന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ എൻ്റെ ഇൻകം ടാക്സിൻ്റെ പാർട്ടിൽ ഞാൻ അതെങ്ങനെ ആഡ് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം, ഈ താമസിക്കാൻ സൗകര്യം തന്നല്ലോ, ഇത് ടാറ്റയുടെ സ്വന്തമാണോ അതോ അല്ലയോ എന്ന് ചോദിച്ചത് എന്താ? വാടകയ്ക്ക് പിന്നെ എങ്ങനെയാണ് നമ്മൾ അറിയേണ്ടത്? സ്വന്തമാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞു. വാടകയ്ക്ക് എടുത്തിയാണോ വേറെ വല്ല കോൺട്രാക്റ്റിലാണോ അതൊന്നും നമ്മൾ അറിയേണ്ട. ടാറ്റയുടെ സ്വന്തമാണോ അല്ലെങ്കിൽ എനിക്ക് ജോലി വന്ന എംപ്ലോയറുടെ സ്വന്തമാണോ അല്ലയോ, ഈ 2 കാര്യങ്ങൾ നോക്കുക. ഇനി അവിടെ വച്ച് പിന്നെ എന്തുണ്ട്? ഒരു ചേഞ്ച് ഉണ്ട്, എങ്ങനെയാണ് വാല്യുവേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ടാറ്റയാണ് എനിക്ക് ജോലി തന്നു, ഉദാഹരണം വിചാരിക്കുക, ടാറ്റ എനിക്ക് ജോലി തന്നു, അവരുടെ സ്വന്തം ഇതാണ് റെസിഡൻസ് ആണ്, അവർക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടലുണ്ട്, താജ് തന്നെ ഒരു ഹോട്ടൽ ഗ്രൂപ്പുണ്ട്, അവിടെയാണ് എനിക്ക് താമസിക്കാനൊരു
പിന്നെ മുറി തന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണ്ട, ഓക്കെ, വേറൊരു രീതിക്കാണ് അവിടെ എന്ത് വരുന്നത്, ഇവാലുവേഷൻ വരുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് അവർ വെളിയിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല, അവർക്ക് സ്വന്തമായിട്ടൊന്നും താമസിക്കാൻ സൗകര്യമുണ്ട്, അവരെനിക്ക് തന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോർമാറ്റ് സെയിമാണ്. അതായത് ഒരു വാല്യുവേഷൻ ഓഫ് ദ ഹൗസ് പ്ലസ് 10% ഓഫ് ഫർണിച്ചർ മൈനസ് എമൗണ്ട് പെയ്ഡ് ബൈ മീ. ഈ ഒരു ഫോർമാറ്റ് സെയിമാണ്. ബട്ട് ഈ പറഞ്ഞ സാധനം ഒന്ന് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു, എത്രയാണോ ഗവൺമെൻറ് പറയുന്ന പിന്നെ റെൻ്റായിരുന്നു നമ്മൾ വാല്യൂ ഓഫ് ദ റെസിഡൻസ് ആയിട്ട് അവിടെ കാണിച്ചത്. പക്ഷേ ഇവിടെ കാണിക്കാൻ പോകുന്നത് അങ്ങനെയല്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർ പറയുന്നത് നമ്മൾ താമസിക്കാൻ പോകുന്ന സിറ്റി, ഓക്കെ, ആ താമസിക്കാൻ പോകുന്ന സിറ്റി ഒരു വലിയ സിറ്റി ആണെങ്കിൽ, ഓക്കെ, ഒരു വലിയ സിറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ 15% എടുക്കണം. എന്തിൻ്റെ 15%? നമ്മുടെ സാലറിയുടെ, നമുക്ക് അവർ ഓഫർ ചെയ്ത സാലറിയുടെ 15% എടുക്കണം. ഒരു മീഡിയം സിറ്റി ആണെങ്കിൽ നമുക്ക് ഓഫർ ചെയ്ത സാലറീൻ്റെ 10% എന്തായിട്ട് എടുക്കണം, വാല്യൂ ഓഫ് റെസിഡൻസ് ആയിട്ട് എടുക്കണം. ഇല്ല, ഒരു സ്മോൾ സിറ്റി ആണെങ്കിൽ 5% എന്തായിട്ട് എടുക്കണം, വാല്യൂ ഓഫ് ദ സിറ്റി ആയിട്ട് എടുക്കണം, വാല്യൂ ഓഫ് ദ റെസിഡൻസ് ആയിട്ട് എടുക്കണം. പിന്നെ ബാക്കിയെല്ലാം പഴയതുപോലെ എന്താണ്, ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% ആഡ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, കുറയ്ക്കുക, എമൗണ്ട് പെയ്ഡ് ബൈ എസ് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുള്ളത്, ഈ വലിയ സിറ്റി, മീഡിയം സിറ്റി, ചെറിയ സിറ്റി എന്ന് പറഞ്ഞ് നിർത്തിയാൽ നമുക്കറിയാമല്ലോ ഇൻകം ടാക്സ് ലോ ആണ്, ഒരു പഴുത് വിട്ട് കൊടുക്കാൻ പാടില്ല. അവിടെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ചെറിയ സിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ അടുത്തിലേക്ക് പോയില്ല എന്നുള്ളൂ, ഒന്ന് പറയുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ സെൻസസ്, ഓക്കെ, ഏറ്റവും അവസാനം എന്നാണോ സെൻസസ് എടുത്ത ആ സെൻസസ് പ്രകാരം 15% സാലറി കൊടുക്കേണ്ടത്. അതായത് ബിഗ് സിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്, 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റിയാണ്. ഓക്കെ, ആ 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റിയിലാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ എംപ്ലോയറിൻ്റെ സ്വന്തം റെസിഡൻസ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര സാലറിയുടെ 15% റെസിഡൻസിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കും. ഇനി നമ്മളുടെ സിറ്റി 25 ലക്ഷത്തിൻ്റെ താഴെയും 10 ലക്ഷത്തിന് മുകളിലുമാണെങ്കിൽ 10%, 10 ലക്ഷത്തിൻ്റെ താഴെയാണെങ്കിൽ 5% എന്നാണ് പറയുന്നത്. വളരെ ക്ലിയറായിട്ട് അറിയേണ്ട കാര്യം. ഞാനിവിടെ ബിഗ്, മീഡിയം, സ്മോൾ എന്ന് പറഞ്ഞതിനെ ലോ എങ്ങനെയാണ് പറയുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓർക്കുക, 25 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അതൊരു വലിയ സിറ്റിയാണ്. 25 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു ഇടത്തരം മീഡിയം സിറ്റിയാണ്. 10 ലക്ഷത്തിൻ്റെ താഴെയാണ് അവിടുത്തെ പോപ്പുലേഷൻ എങ്കിൽ അതെന്താണ്, ഒരു സ്മോൾ സിറ്റിയാണ്. പ്ലസ് വീണ്ടും പഴയതുപോലെ എന്താണ്, ഫർണിച്ചർ ഉണ്ടെങ്കിൽ ഫർണിച്ചറിൻ്റെ 10% മൈനസ് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തുക സാലറിയിൽ നിന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തുകയും കൂടെ ചേർത്തിട്ട് വേണം എന്ത് പറയാൻ, ഈ പറഞ്ഞ പിന്നെ എംപ്ലോയർ ഓൺ ചെയ്യുന്ന, ഗവൺമെൻറ് അല്ലാത്ത എംപ്ലോയർ ഓൺ ചെയ്യുന്ന റെസിഡൻസിൻ്റെ മേലുള്ള എന്തെന്ന് പറയുന്നത് പെർക്വിസൈറ്റിൻ്റെ വാല്യുവേഷൻ എൻ്റെ സാലറിയിലേക്ക് ആ ഒരു തുക വേണം ഈ തന്ന റെസിഡൻസിൻ്റെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, ഒന്നും കൂടെ കേട്ട കാര്യം മനസ്സിലാവും. നമുക്കിനി എന്ത് നോക്കാം, അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്ത പറയുന്നത് എന്താ, ഈ പറഞ്ഞ ഇതേ കേസ് തന്നെയാണ്. ഏതാണ്, ഗവൺമെൻറ് അല്ല, ഒരു പ്രൈവറ്റ് എംപ്ലോയി ആണ് നമ്മൾ. ഓക്കെ, അതറിയാം. ബട്ട് നമുക്ക് താമസിക്കാൻ തന്ന സൗകര്യം ആരുടെ സ്വന്തം അല്ല, നമ്മൾക്ക് ജോലി തന്ന എംപ്ലോയറിൻ്റെ സ്വന്തമല്ല. അവർ പിന്നെ അവരെന്ത് ചെയ്തു, വാടകയ്ക്ക് എടുത്തതോ ലീസിന് എടുത്തോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അറിയേണ്ട, അവരുടെ സ്വന്തമല്ല നമുക്ക് മനസ്സിലായി. അപ്പോഴെങ്ങനെയാണ് അവിടെ വാല്യുവേഷൻ വരുന്നത്? അവിടെ രണ്ട് കാര്യങ്ങൾ നോക്കുക. ഒന്ന്, ഈ എംപ്ലോയറിന് എന്തായാലും ഒരു റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരു എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ നമുക്ക് ആ സൗകര്യം ഒരുക്കി തന്നതിന്. ആ എക്സ്പെൻസ് ആണോ നമ്മുടെ സാലറിയുടെ 15% വലുതെന്ന് നോക്കുക. ചെറുതേതാണ് നോക്കുക. ഒന്നുകൂടെ പറയുന്നു, നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നപ്പോഴുണ്ടായ റെൻറ്റോ എക്സ്പെൻസോ എന്തോ ആയിക്കോട്ടെ, ആ തുകയാണോ നമ്മുടെ സാലറിയുടെ 15% ചെറുതെന്ന് നോക്കുക. ഏറ്റവും ചെറുത് ഏതാണോ അതിനെ നമ്മൾ എന്തായിട്ടെടുക്കും, നമ്മുടെ വാല്യൂ ഓഫ് ദി റെസിഡൻസ് ആയിട്ട് എടുക്കും. പിന്നെ ബാക്കി പഴയതുപോലെ തന്നെ പ്ലസ് 10% ഓഫ് ഫർണിച്ചർ മൈനസ് എമൗണ്ട് പെയ്ഡ് ബൈ എസ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തുക പിടിക്കുന്നുണ്ടെങ്കിൽ ആ തുക കുറച്ചിട്ട് ബാക്കി വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നോക്കിയത് വാല്യുവേഷൻ ഓഫ് ഹൗസ് ആണ്. ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. വാല്യുവേഷൻ ഓഫ് ഹൗസ് അല്ലെങ്കിൽ നമുക്ക് താമസിക്കാനൊരു സൗകര്യം നമ്മുടെ എംപ്ലോയർ ഒരുക്കി തരുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഒരു കോമൺ ഫോർമുല ഉണ്ട്. വീടിനൊരു വാല്യൂ കൊടുക്കുന്നു, പ്ലസ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ 10% ആഡ് ചെയ്യുന്നു, മൈനസ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തുക പിടിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു.
അത് മാറിക്കൊണ്ടിരിക്കുന്ന എന്ത് മാത്രമാണ്? ഈ വാല്യൂ മാത്രമാണ്, വീടിന് നമ്മൾ ഇടുന്ന വാല്യൂ. ആദ്യം നോക്കേണ്ടത് നമ്മളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ ഗവൺമെൻറ് ആ ഒരു ഏരിയയിൽ നിശ്ചയിച്ചിരിക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത്, അതായിരിക്കും നമ്മൾ വാല്യൂ ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നോക്കുക. നമ്മുടെ എംപ്ലോയറിൻ്റെ സ്വന്തമാണോ, എംപ്ലോയർ വെളിയിൽ നിന്ന് അല്ലാതെ സ്വന്തമല്ലാതെ വാടകയ്ക്ക് എടുക്കുന്ന സാധനമാണോ. സ്വന്തമാണെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ അനുസരിച്ച് സാലറിയുടെ പെർസെൻറ്റേജ് എടുക്കും. ഇനി സ്വന്തമല്ലെന്നെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന സാലറിയുടെ 15% അതോ ഈ പറഞ്ഞ ആ സ്ഥലത്തിന് കൊടുക്കുന്ന വാടകയാണോ ചെറുതെന്ന് നോക്കും. ഏറ്റവും ചെറുതിന് എന്തെടുക്കും? വാല്യൂ ആയിട്ട് എടുക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ പിന്നെ 10% നമ്മളെ കയ്യിൽ നിന്ന് കൊടുത്ത പൈസ 10% മൈനസ് ചെയ്യുകയും ചെയ്യും. 10% അതിനായിരുന്നു ഫർണിച്ചർ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇതാണ് വാല്യുവേഷൻ ഓഫ് റെസിഡൻസ്. ഈ പെർക്വിസൈറ്റിൻ്റെ വാല്യുവേഷൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഇത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാറിൻ്റെ ഒരു കാര്യം നമുക്ക് നോക്കാം. കാർ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് എന്നാൽ ഇത്ര കോംപ്ലിക്കേഷൻ ഇല്ല. ഓക്കെ, നമ്മളപ്പോൾ എന്ത് നോക്കി? വാല്യുവേഷൻ ഓഫ് റെസിഡൻസ് നോക്കി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? കാറും എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അടുത്ത് നമുക്ക് എന്ത് നോക്കാം? കാറ് നോക്കാം. കാറിൻ്റെ വാല്യുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ ഓർക്കുക, എന്താണ് പരിപാടി എന്നുള്ളതല്ല, കാർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് ആദ്യത്തെ ചോദ്യം. അതായത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നു? സ്പെസിഫൈഡ് എംപ്ലോയി ആണോ അല്ലേ അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിയമപ്രകാരം എന്ത് വരത്തില്ല, സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഗണമൊന്നുമില്ല. ഒരു എംപ്ലോയർ കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ അതർ തിങ്സ് എന്താണ്, അതിനെ പെർക്വിസൈറ്റായിട്ട് വാല്യൂ ചെയ്യേണ്ടി വരും. ഓക്കെ, അവിടെ വരുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇയാളിത് യൂസ് ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? അതിനെ ഇവർ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടും കാര്യം ചിന്തിക്കുക. ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു എംപ്ലോയിക്ക് എന്ത് കൊടുക്കുന്നു? കാറ് കൊടുക്കുന്നുണ്ട് എങ്കിൽ പിന്നെ വരുന്ന ചോദ്യമാണ് ഈ പറഞ്ഞത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാർ കിട്ടിയ ആൾ ഈ കാർ ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ ഇതെന്താവാം, പ്യുവർലി ഫോർ ഒഫീഷ്യൽ പർപ്പസ്. നിങ്ങളെ പ്രിൻസിപ്പലിനെ വിളിച്ചുകൊണ്ട് വരാനും തിരിച്ചു കൊണ്ടാക്കാൻ നിങ്ങളുടെ കോളേജ് ഒരു കാർ ഒരുക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ട് മാത്രം? ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അതാണ് ഒരു സിറ്റുവേഷൻ. ഇനി നിങ്ങളുടെ പ്രിൻസിപ്പലിനെ വിളിച്ചുകൊണ്ട് വരാനും കൊണ്ടാക്കാനും ഒരു കാർ കൊടുത്തതുപോലെ തന്നെ അയാളുടെ വീട്ടിലും നമ്മുടെ കോളേജ് ഒരു കാർ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രിൻസിപ്പലിന് പേഴ്സണൽ യൂസിന് അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അയാൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ കാർ അയാൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലാതെ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് ഒരു കാരണവശാലും ചോദ്യം ചെയ്യപ്പെടത്തില്ല. സോ ദാറ്റ് കാർ ഈസ് മെയിൻറ്റെയിൻ ഫോർ പേഴ്സണൽ യൂസ് ഓഫ് ദി എംപ്ലോയി. അതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ സിറ്റുവേഷനൊക്കെ ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ 2 കാർ സ്പെസിഫിക് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല, ഒരൊറ്റ കാർ കൊടുക്കുന്നുള്ളത് എന്തിനാണ്? ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെ വേണ്ടിയിട്ടാണ്? അയാളുടെ ഓൺ പർപ്പസിന്, ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്, ഓൺ പർപ്പസ് അഥവാ പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് 3 സിറ്റുവേഷൻ. അപ്പോൾ കാർ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കാർ യൂസ് ചെയ്യുന്നതെന്ന അടിസ്ഥാനത്തിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ നമുക്കിനി എങ്ങനെയാണ് വാല്യുവേഷൻ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എംപ്ലോയി കാർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എംപ്ലോയി ആണെങ്കിൽ നമ്മുടെ കാര്യം പറയാം. എംപ്ലോയി കാർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്യുവർലി ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ കാറ് എംപ്ലോയറുടെ സ്വന്തമായിക്കോട്ടെ വാടകയ്ക്ക് എടുത്തായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒന്നും നമ്മൾ ഓർക്കണ്ട. പ്യുവർലി ഫോർ ഒഫീഷ്യൽ പർപ്പസ് എന്ന് നമുക്ക് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട, ആ കാറിൻ്റെ വാല്യൂ എടുക്കത്തില്ല. ഇറ്റ് ഈസ് നിൽ എന്നാണ് പറയുന്നത്. അതിനെന്ത് വാല്യൂ നമ്മുടെ സാലറിയിലേക്ക് അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇയാൾ എന്തായിക്കോട്ടെ വാങ്ങിയത് 3 സിറ്റുവേഷൻ വരാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് 3 സിറ്റുവേഷൻ വരാം. ഞാൻ ജസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നു, അങ്ങോട്ടാവുമ്പോൾ ആവശ്യം വരും. അത് ഈ എംപ്ലോയർ എന്തേതാവാം, വാങ്ങിയതാവാം. ഓക്കെ, അയാളുടെ വാങ്ങിയ കാറാവാം, റെൻറ്റിനെടുത്തതാകാം, ഇല്ലെങ്കിൽ അതിൻ്റെ ചിലവുകൾ ഇയാൾ റീഇംബേഴ്സ് ചെയ്യുന്നുണ്ടാവാം. അതായത് ചിലവ് ആര് നോക്കും? നമ്മുടെ എംപ്ലോയി തന്നെ നോക്കും. എന്നിട്ട് ഈ ഉണ്ടായ ചിലവ് ആര് കൊടുത്തു തീർക്കും? നമ്മുടെ എംപ്ലോയർ കൊടുത്തു തീർക്കും. അങ്ങനെ ഈ 3 സിറ്റുവേഷനാണ് പൊതുവേ കാറിന് വരാറ്. നമ്മുടെ എംപ്ലോയർ വാങ്ങിയ കാറാവാം, എംപ്ലോയർ റെൻറ്റിനെടുത്ത കാറാവാം, എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുന്ന കാറാവാം, എന്തോ ആയിക്കോട്ടെ. പ്യുവർലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ, ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് മാത്രമേ ആ കാർ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല,
ആ കാറിൻ്റെ മൂല്യം നമ്മുടെ സാലറിയുടെ പാർട്ടായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ കൊണ്ട് തീർന്നു. അതിലിനി പ്രത്യേകിച്ച് പറയാൻ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് നോക്കേണ്ട പ്യുവർലി ഫോർ പേഴ്സണൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്യുവർലി ഫോർ പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ നോക്കണം. എന്നാലും വലിയ കുഴപ്പമില്ല. എന്ത് തന്നെയാണ് ഈ പറയും പോലെ ഈ 3 സിറ്റുവേഷൻ ആയിക്കോട്ടെ, അയാൾ വാങ്ങിയതായിക്കോട്ടെ, റെൻറ്റിനെടുത്തായിക്കോട്ടെ, റീഇംബേഴ്സ് ചെയ്യുന്നതായിക്കോട്ടെ, പ്യുവർലി യൂസ് ഫോർ പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ അതിൻ്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്, കാറ് പെട്രോൾ അടിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു വർഷം എന്ത് ചിലവാകുന്നുണ്ട്, പ്ലസ് ഷാഫർ സാലറി എന്നൊക്കെ പറയും. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ അങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇൻകം ടാക്സിൻ്റെ ഇതിലിപ്പോഴും ഡ്രൈവറിന് എന്തെന്നാണ് വിളിക്കുന്നത്, ചാഫർ എന്നാണ് വിളിക്കുന്നത്, CHUFER എന്നൊക്കെ പറയും. നിങ്ങളത് അറിയേണ്ടത് ഡ്രൈവർ, അത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, ഡ്രൈവർ ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന വാർഷിക ശമ്പളം പ്ലസ് ഈ കാറിൻ്റെ 10% ഡിപ്രിസിയേഷൻ. ഓർക്കുക, ഇത് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ പറഞ്ഞ സാധനം നോക്കത്തില്ല. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ കാറ് നമ്മൾ പേഴ്സണൽ യൂസ് ചെയ്യുന്നതിൻ്റെ പേരിൽ, അങ്ങനെ തന്നിട്ടുണ്ടെന്നുള്ള പേരിൽ എന്തെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എംപ്ലോയർ അങ്ങോട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ, പെയ്ഡ് ബൈ അസ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പ്യുവർലി ഫോർ ഒഫീഷ്യൽ പർപ്പസിനാണ് നമുക്ക് തന്നിട്ടുള്ള കാർ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്നും നമ്മുടെ സാലറിയിലേക്ക് ആഡ് ചെയ്യേണ്ട. പ്യുവർലി ഫോർ പേഴ്സണൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ കാർ ഒരു വർഷം റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസിന് എന്ത് ചിലവായോ, അതിന് ഡ്രൈവറിന് എന്ത് ചിലവ് കൊടുത്തോ, പ്ലസ് നമ്മൾ ഇപ്പോൾ ഇയാളുടെ സ്വന്തം കാറാണെങ്കിൽ എന്ത് ആഡ് ചെയ്യണം, 10% ഡിപ്രിസിയേഷനും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ കൊടുത്ത തുക കുറയ്ക്കുമ്പോൾ എന്ത് വാല്യൂ കിട്ടുന്നോ അതിനെ നമ്മൾ എന്തായിട്ട് ആഡ് ചെയ്യണം, നമ്മുടെ സാലറിയിൽ കൂടെ ഈ കാർ തന്നതിൻ്റെ പേരുള്ള പെർക്യുസൈറ്റിൻ്റെ വാല്യുവേഷനായിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് പേഴ്സണൽ പർപ്പസ് പറയുമ്പോൾ. വലിയ കുഴപ്പമില്ലാന്ന് ഇപ്പോൾ തോന്നും, പക്ഷെ കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നത് ഇവിടെ വന്നിട്ടാണ്. ഈ രണ്ടിനും കൂടി ഈ കാർ ഉപയോഗിക്കുമ്പോഴാണ് കൊല്ലാത്ത വരുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ തന്നേക്ക് നമുക്കൊരു കാർ നമ്മുടെ എംപ്ലോയർ തന്നിട്ടുണ്ട്. ഈ കാർ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഒഫീഷ്യൽ പർപ്പസ് ഉപയോഗിക്കുന്നുണ്ട്, പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരേ കാർ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ചോദ്യം വരും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പോകുന്നത്. ഉറപ്പ് വെച്ചോക്കി അറിയാം. കാറ് നമുക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ചോദ്യം വന്നത് എന്താ, സ്വന്തമായിട്ട് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്, ഒഫീഷ്യൽ ആവശ്യത്തിനാണോ, അത് രണ്ടിനും കൂടെ ആണെന്നൊരു ചോദ്യം വന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, നമ്മൾ കാർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വരുന്നൊരു ചോദ്യം, ഈ കാറ് വലിയ കാറാണോ ചെറിയ കാറാണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ റെസിഡൻസിൻ്റെ കാര്യത്തിൽ ഇതൊരു ചോദ്യം വന്നായിരുന്നു. വലിയ സിറ്റിയാണോ ചെറിയ സിറ്റിയാണോ ഇവിടത്തന്നെ സിറ്റിയാണോ എന്നൊരു ചോദ്യം വന്നായിരുന്നു. അവിടെ നമ്മൾ ആദ്യം വലുത് ചേർന്നെന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്കിപ്പോൾ എന്ത് പറയാം, കാറുകളെ രണ്ടായിട്ട് തിരിക്കാം. സ്മോൾ കാറെന്നും ബിഗ് കാറെന്നും തിരിക്കാം. പക്ഷേ എങ്ങനെയാണ് ഈ സ്മോളെന്നും ബിഗെന്നും ലോ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ CC ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയും. അത് 1.6 ചെറുതാണെങ്കിൽ അത് സ്മോൾ കാറും 1.6 മുകളിലാണെങ്കിൽ CC ഉള്ളത് നമ്മുടെ കാർ എന്താണ്, ബിഗ് കാർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയടാ. അപ്പോൾ നമ്മൾ വീണ്ടും സിറ്റുവേഷൻ ഓർക്കുക, നമ്മുടെ എംപ്ലോയർ നമുക്ക് കാർ തന്ന കാർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും യൂസ് ചെയ്യാണ്. അതൊരു ചെറിയ കാറാണ്, അതായത് 1.6 cc ചെറിയ കാറാണ് എങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ 1800 രൂപ എല്ലാ മാസവും പെർ മന്ത്, എത്ര മാസം നമ്മൾ ഉപയോഗിച്ചോ ഓരോ മാസത്തിന് 1800 രൂപ പ്ലസ് നമുക്ക് ഡ്രൈവർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർ തന്നിട്ടുണ്ടെങ്കിൽ 900 പെർ മന്ത്. ഈ തുകയിന് അത് എത്ര മാസം ഉപയോഗിക്കുന്നു ഒരു വർഷത്തിൽ അത്രയും ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ കാർ എനിക്ക് 10 മാസമേ ഉപയോഗപ്പെട്ടുള്ളൂ എങ്കിൽ × 10 ചെയ്യുക, 12 × 12 ചെയ്യുക. ഇതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും, ഒരു വർഷത്തെ ആ കാർ തന്നതിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കും. ഇനി നമുക്ക് വലിയ കാറാണെന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ മാറുന്നുള്ളൂ, ഈ 1800 എന്ന് പറഞ്ഞത് 2400 ആകും. ബാക്കിയെല്ലാം ചെയ്യുകയാണ് പ്ലസ് 900 × ആ പറഞ്ഞ എത്ര മാസമാണ് ഒരു വർഷത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നേക്കുന്ന കാറ് 2 പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിക്കാണ് അതിൻ്റെ വാല്യുവേഷൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഇനി വേറൊരു കോംപ്ലിക്കേഷൻ കൂടെ പറയുന്നുണ്ട്.
ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവുകയാണ്, പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മെൻഷൻ ചെയ്ത് പോവുകയാണ്. ഞാൻ മാക്സിമം കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഓക്കെ, അതിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം, അപ്പോൾ നമുക്ക് ശരി 2 പർപ്പസിനാണ് ഈ കാർ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം കൂടെ നോക്കണം. ഈ ചിലവ് വഹിക്കുന്നത് ആരാണ്? എംപ്ലോയർ ആണോ അതോ എംപ്ലോയി തന്നെയാണോ? അതായത് ഉപയോഗിക്കുന്ന ആൾ തന്നെയാണോ? ഉപയോഗിക്കുന്ന ആളല്ല, എംപ്ലോയറാണ് ഇതിൻ്റെ ചിലവ് നോക്കുന്നതെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ സിറ്റുവേഷൻ. ഇനി ചില റെയർ കേസിൽ, വളരെ റെയർ കേസിൽ ആര് തന്നെ ഇതിൻ്റെ ചിലവ് വഹിക്കും? എംപ്ലോയി തന്നെ. അത് ആരാണ് യൂസ് ചെയ്യുന്നത് അയാൾ തന്നെ വഹിക്കും. ആ കേസിൽ എന്ത് മാറും? ആ ചെറിയ കാറിന് 1800 എന്നത് 600 ആവും. ഇനി വലിയ കാറിന് 2400 എന്നത് 900 മാറും. അതൊരു റെയർ കേസാണ്, ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ബേസിക്കലി ഇത്രയൊന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ നോക്കിയത് എന്തായിരുന്നു? കാറിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയത്. നമ്മുടെ തൊഴിൽദാതാവ് ഒരു കാറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെ നമ്മുടെ സാലറിയുടെ പാർട്ടാവുമെന്നാണ് നോക്കിയത്. ആദ്യം പറഞ്ഞു, ഫുള്ളി ഒഫീഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് തരത്തിൽ ഈ കാറ് കിട്ടിയതായിരുന്നാലും അതിൻ്റെ വാല്യൂ നെല്ലായിട്ടെടുക്കും. ഇനി ഫുള്ളി പേഴ്സണൽ യൂസിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് പ്ലസ് അതിൻ്റെ ഡ്രൈവറിന് കൊടുക്കുന്ന സാലറി പ്ലസ് കാറിൻ്റെ വിലയുടെ 10% എന്തായിട്ട് നമ്മൾ എടുക്കും? നമ്മുടെ ഇതായിട്ടെടുക്കും, ഡിപ്രിസിയേഷനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. മൈനസ് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പേ ചെയ്യേണ്ടി വന്നിട്ടില്ല, കുറയ്ക്കുക. വീണ്ടും ശ്രദ്ധിക്കുക, ഈ 10% ഡിപ്രിസിയേഷൻ എപ്പോഴാണ് എടുക്കുന്നത്? ഈ കാറ് എംപ്ലോയറിൻ്റെ സ്വന്തമാണ്. അയാൾ വാടകയ്ക്ക് എടുത്ത കാറാണെങ്കിൽ നമ്മൾ പിന്നെ ഡിപ്രിസിയേഷൻ പറയുന്നതിൽ അർത്ഥമില്ല, മനസ്സിലായില്ല? അയാളുടെ അസറ്റിലേക്ക് ഡിപ്രിസിയേഷൻ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഡിപ്രിസിയേഷനും കൂടെ കണക്കിലെടുത്തിട്ട് വേണം വാല്യൂ നോക്കാൻ. ഇനി അടുത്ത സിറ്റുവേഷൻ, ഇപ്പോൾ 2 സിറ്റുവേഷൻ പറഞ്ഞു. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്? കിട്ടിയ കാറ് 2 കാര്യത്തിനും കൂടെ ഉപയോഗിക്കുന്നു. അവിടെ നമ്മൾ 2 കാര്യങ്ങൾ നോക്കുക. വലിയ കാറാണോ ചെറിയ കാറാണോ? വലിയ കാറാണെങ്കിൽ 1800 പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ 900. ചെറിയ കാറാണെങ്കിൽ. വലിയ കാറാണെങ്കിൽ 2400 പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ 900. ഇതെവിടെ മാറും? എംപ്ലോയിയാണ് സ്വന്തമായിട്ട് ഇതിൻ്റെ ചിലവ് നോക്കുന്നുണ്ടെങ്കിൽ ഈ 1800 എന്നുള്ളത് 600 ആവും. 2400 എന്നത് 900 മാറും. കോംപ്ലിക്കേറ്റഡ് ആണെന്നറിയാം, പക്ഷേ ചെയ്ത് വരുമ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാതെ ഒരു വഴിയില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ കാറിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പെർക്വിസൈറ്റ്സിൻ്റെ വാല്യുവേഷൻ എടുത്തു പറയേണ്ട 4 കാര്യങ്ങളിലെ ആദ്യത്തെ കാര്യം റെസിഡൻസ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം കാറ്, അതും നമ്മൾ പറഞ്ഞു. ഇനി പറയേണ്ട 2 കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയും ഗിഫ്റ്റ് കിട്ടുന്നതും. എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ എംപ്ലോയർ ഈ പറഞ്ഞ എംപ്ലോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അയാൾ എന്തായാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കില്ല, അയാളെ മകനോ ആയിരിക്കാം, മകനോ ബന്ധുവിനോ ആയിക്കോട്ടെ, ഒരു എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ വേണ്ടി ഞാൻ ടാറ്റ കമ്പനിയിലേക്ക് പോവാണ്. ഞാൻ TCS എനിക്ക് ജോലി കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മോൻ എന്ത് ചെയ്യാം, അവരുടെ സ്കൂളുണ്ട്, അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം അവർ തരുമ്പോൾ അതിൻ്റെ മന്ത്ലി വാല്യൂ അല്ലെങ്കിൽ എംപ്ലോയറിന് മാസം ഉണ്ടാകുന്ന ചിലവ് 1000 രൂപയിൽ കൂടുതലാണോ കുറവാണോ എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ ഓരോ മാസവും എൻ്റെ മോനെ ഈ ടാറ്റയുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ അവർ 1000 രൂപയിൽ കൂടുതൽ ചിലവാക്കുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാകുന്ന ചിലവ് ടാക്സബിളാണ്, അല്ലെങ്കിൽ നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ ആഡ് ചെയ്യേണ്ടതാണ്. 1000-ൽ കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഗവനിക്കേണ്ട ആവശ്യമില്ല. ആ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിന് എന്തായിട്ട് എടുക്കത്തില്ല, പെർക്വിസൈറ്റായിട്ട് ആഡ് ചെയ്യത്തില്ല. ഓക്കെ, പെർക്വിസൈറ്റ് അല്ല എന്നല്ല, ടാക്സബിളായിട്ട് ആഡ് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ എംപ്ലോയർ നമ്മുടെ മകനോ മകൾക്കോ ബന്ധുവിനോ ആർക്കോ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി തരുന്നു. അതിൻ്റെ ചിലവ് മാസവും ഉണ്ടാകുന്ന ചിലവ് 1000-ൽ കൂടുതലാണോ കുറവാണോ നോക്കുക. 1000-ൽ കുറവാണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1000-ൽ കൂടുതലാണ്, അതായത് ഒരു മാസം അവർ എനിക്ക് വേണ്ടി 2000 രൂപ എൻ്റെ മകനെ പഠിപ്പിക്കാൻ 2000 രൂപ ഇയാൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിനെന്തായിട്ട് എടുക്കണം? പെർക്വിസൈറ്റായിട്ട് എടുക്കണം. ഇപ്പോൾ 2000 ചിലവാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെങ്ങനെയാണ് പെർക്വിസൈറ്റായിട്ട് കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ മോനിപ്പം പഠിപ്പിക്കാൻ സൗകര്യം കൊടുത്തൊരു സ്ഥലമുണ്ടല്ലോ, ഒരു സ്കൂളുണ്ടല്ലോ, ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള സ്കൂളുകളിലെ പൊതുവേ ഉള്ള എഡ്യൂക്കേഷൻ്റെ ചിലവ് നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ അവിടേക്ക് ഒരു 3500 രൂപയാകും ഒരു മാസം ഒരു കുട്ടിയെ പഠിപ്പിക്കാനെന്നുണ്ടെങ്കിൽ എൻ്റെ മോന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ഫെസിലിറ്റിൻ്റെ വാല്യൂ എത്രയായിട്ട് എടുക്കും? 3500 എടുക്കും. അല്ലാതെ അവിടെ ഈ പറഞ്ഞ 1000-ൽ കൂടുതലെന്നല്ലേ പറഞ്ഞു. അപ്പോൾ 1000 കുറച്ച് ബാക്കി 2500 എടുത്താൽ പോരെ എന്നല്ല. ഈ 3500 തന്നെ എന്തായിട്ട് എടുക്കും? എഡ്യൂക്കേഷൻ ഫെസിലിറ്റീൻ്റെ വാല്യൂ ആയിട്ട് എടുക്കും. എങ്ങോട്ട് ആഡ് ചെയ്യും? എൻ്റെ ടാക്സബിൾ ഇൻകത്തിലേക്ക് എനിക്ക് എൻ്റെ എംപ്ലോയർ തന്ന പേയ്മെൻറ്റ് വാങ്ങാതെയുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയുടെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യപ്പെടും. ഓക്കെ,
കുറച്ച് കൺഫ്യൂഷൻ എടുത്തു. പക്ഷേ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. 1000 മുകളിലാണോ താഴെ മാത്രം നോക്കിയാൽ മതി. ഒരല്പം കോംപ്ലിക്കേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ഇനി ഫൈനൽ തിങ്, ഗിഫ്റ്റിൻ്റെ കാര്യം പറയുന്നത് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ 5000 രൂപയുടെ മുകളിലുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പെർക്വിസൈറ്റായിട്ട് ആഡ് ചെയ്യണം. 5000 താഴെ ഉള്ളത് ക്യാഷ് അല്ലാത്തതാണെങ്കിൽ, ക്യാഷ് ആണെങ്കിൽ 5000 താഴെയെങ്കിലും ആഡ് ചെയ്യണം. അപ്പോൾ ആ ക്യാഷ് അല്ലാതെ മറ്റൊരു രീതിയിൽ 5000 താഴെ വിലയുള്ള ഒരു സാധനം കൊടുത്താൽ പെർക്വിസൈറ്റായിട്ട് എന്ത് ചെയ്യത്തില്ല, നമ്മുടെ സാലറീൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കത്തില്ല. ഓക്കെ, ഇതാണ് വാല്യുവേഷൻ ഓഫ് പെർക്വിസൈറ്റ്സ്. ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപക്ഷേ ഇൻകം ഫ്രം സാലറിക്കകത്ത് അത്യാവശ്യം കോംപ്ലിക്കേഷനുള്ള ഏരിയ ഇത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, റെസിഡൻസിൻ്റെയും കാറിൻ്റെയും കാര്യം. മറ്റത് രണ്ടും പിന്നെ ഒരു എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക്, ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് തന്നെ പോകാം. ഓക്കെ, താങ്ക് യു.